ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. കുറേ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ. നല്ല മഴയൊക്കെ ആയതുകൊണ്ടേ വീഡിയോ ഇടാൻ ഒന്ന് വൈകി, മഴ പെയ്യുമ്പോൾ മടി പിടിച്ചിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ക്രീനറുകൾ, ഇപ്പോൾ ഒരുപാട് ബ്രേക്ക് ഔട്ട് സ്ക്രീനറുകൾ അവൈലബിൾ ആണല്ലേ. ഇതിൽ ഏത് ബ്രേക്ക് ഔട്ടാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്, നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്? ഇത് മിക്കവർക്കും അറിയത്തില്ല. എന്താണ് ബ്രേക്ക് ഔട്ട്? ചില ആൾക്കാർക്ക് ബ്രേക്ക് ഔട്ട് എന്താണെന്ന് പോലും അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഒരു സ്റ്റോക്ക് ഇതാ ഇങ്ങനെ ട്രേഡ് ചെയ്യുകയാണ് കേട്ടോ, ഇതാ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നു, ഇവിടെ നിന്ന് പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഇത് കുറേ ദിവസമാകാം. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു അതിലും താഴെയാണ് ഹൈ, ഇവിടെയാണ് അതിൻ്റെ താഴെ ഹൈ. ഈ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത്, ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അപ്പോൾ എപ്പോഴാണോ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്, അപ്പോൾ ഇതിനാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ചില സ്റ്റോക്കുകൾ കാണാം ദാ ഇങ്ങനെ മുകളിലേക്ക് പോകും, പിന്നെ ഇങ്ങനെ താഴേക്ക് പോകും, പിന്നെ ഇങ്ങനെ മുകളിലേക്ക് പോകും, ഇങ്ങനെ താഴേക്ക് പോകും, എന്നെങ്കിലും ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ ആ സ്റ്റോക്ക് ഒരുപക്ഷെ അങ്ങനെ അങ്ങ് കയറിപ്പോയേക്കാം, പിന്നീട് ഈ ബ്രേക്ക് ഔട്ട് ഏരിയ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോയേക്കാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക. ചിലപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട്, ഞാനൊരു മറ്റൊരു കളറിൽ വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് നമ്മളെ പറ്റിച്ചിട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വരും. ഇതിന് ഫാൾസ് ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുക. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫാൾസ് ബ്രേക്ക് ഔട്ടും അതുപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ഒക്കെ ഒരുപാടുണ്ട്. ഏത് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ട്, അതായത് വിശ്വസിച്ച് എടുക്കാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ റിസ്കിൽ എടുക്കാവുന്ന ബ്രേക്ക് ഔട്ട് ഏതാണ്, അത് എങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും? 1 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ബ്രേക്ക് ഔട്ട് സ്ക്രീനറുകൾ അവൈലബിൾ ആണ്. ഞാൻ ഈയിടെ ഒരു സ്ക്രീനർ ക്രിയേറ്റ് ചെയ്തു, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചാർട്ടിങ്, ഞാൻ ചാർട്ടിങ്ങിലാണ് കൂടുതലും ചെയ്യുന്നത്. മറ്റ് സൈറ്റുകളും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, കാരണം പുതിയ അപ്ഡേഷനിലേക്ക് നമ്മൾ പോകണമല്ലോ. ഇത് കണ്ടോ, ഇവിടെ ടുഡേയ്സ് ടോപ്പ് ട്രെൻഡിങ് സ്കാൻസ് 15 മിനിറ്റ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട്. ഇതൊരു സ്ക്രീനറാണ്. ഷോർട്ട് ടൈം ബ്രേക്ക് ഔട്ട്, ഇൻട്രാഡേ ബൈയിങ് സീൻ ഇൻ ദ പാസ്റ്റ് 15 മിനിറ്റ്, ഇങ്ങനെ സൂപ്പർ ട്രെൻഡ് ബ്രേക്ക് ഔട്ട്, പിന്നെ ബ്രേക്ക് ഔട്ട് സ്ക്രീനറുകൾ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീനറുകളൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ ഇതിലില്ലാത്ത ഒരു സ്ക്രീനറാണ്, ഞാൻ ഈയിടെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ക്രീനറാണ് നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് സ്ക്രീനറുകളുണ്ട്, ഞാനിതെല്ലാം ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 7 പേജുകൾ കാണാം. ഒരുപാട് സ്ക്രീനറുകൾ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. വോളിയം വളരെ പ്രധാനപ്പെട്ട സ്ക്രീനറാണ്. അതുപോലെ തന്നെ നമ്മുടെ 200 മൂവിങ് ആവറേജ്, 150, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ചാർട്ടിൽ കാണാൻ പറ്റും. അതായത് സെൽ സൈഡ്, ബൈ സൈഡ്, അങ്ങനെ ഒരുപാടുണ്ട്. സൂപ്പർ ട്രെൻഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ബ്രേക്ക് ഔട്ടുകൾ, പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ട്, ഷോർട്ട് ടൈം, ആക്റ്റീവ് ട്രേഡർ ക്ലബ്ബ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻ ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്കുണ്ട് എന്നർത്ഥം. അപ്പം ഞാൻ ഈയിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് നോർമൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, ഇതെവിടെയും കണ്ടിട്ടില്ല. വളരെ സിമ്പിളാണ്, ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടായി. ഇതിൻ്റെ ലോജിക്ക് ഇതാ ഇത്രയേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ എല്ലാം ഓപ്പണാണ്. അതായത് 1 ഡേ എഗോ ഓപ്പൺ, ഇന്നലത്തെ ഓപ്പൺ, 2 ഡേയ്സ് എഗോ ഓപ്പൺ, മിനിങ്ങാമത്തെ ഓപ്പൺ, 3 ഡേയ്സ് എഗോ ഓപ്പൺ, അതിന് മുമ്പത്തെ ഓപ്പൺ. ഈ ഓപ്പൺ പ്രൈസൊക്കെ ഇന്നത്തെ പ്രൈസിൻ്റെ ലേറ്റസ്റ്റ് ക്ലോസിംഗ് പ്രൈസിൻ്റെ എല്ലാം ഇന്നത്തെ ക്ലോസിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് കണ്ടോ. അങ്ങനെ ഒരു സ്ക്രീനർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. 10 ദിവസത്തെ ഡേറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബാക്കി നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്ക്രീനറിൽ വരുന്ന സ്റ്റോക്കുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ ഞാൻ ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനോ നിഫ്റ്റി 500 ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഈ സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിൾ സാധനം. അപ്പോൾ ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടി. വെയ്സ്മാൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക്, ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്? അതായത് ഈ ഒരു ഹൈ ഇത് ബ്രേക്ക് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു, മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത ഒരു സ്ക്രീനർ കിട്ടി. ഇത് നമുക്ക് കഴിഞ്ഞ വർക്കിംഗ് ഡേയിൽ കിട്ടും കേട്ടോ. ഇന്നിപ്പം മാർക്കറ്റില്ല, അടുത്ത ദിവസം കിട്ടും. അപ്പോൾ അടുത്ത ദിവസമൊക്കെ നമുക്ക് യൂസ് ഒക്കെ വരുന്നതും അതിൻ്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇത് മിക്കവാറും അടുത്ത ദിവസം നല്ലൊരു 10% അപ്പിലായിരിക്കും പോവുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലുള്ളിൽ ബ്രേക്ക് ഔട്ട് മാത്രമേ കിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനറിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ടൈംസ് ഗ്യാരൻറ്റി ലിമിറ്റഡ് അല്ലേ,
ഓക്കെ, ഒരു പുതിയ ഇതാണ്, സ്റ്റോക്കാണ്. അപ്പം ഇത് നോക്കി നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ഇത് നടന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടുമായിരുന്നുവെങ്കിൽ, അതായത് രാവിലെ തൊട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ കിട്ടുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, UC പ്രൈസിൻ്റെ ഇവിടെ നമുക്ക് ഓർഡർ ഇട്ടിട്ട് വെക്കാം. ഇതും അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ഗ്യാപ്പ് അപ്പും ഇങ്ങനെ പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ നമുക്ക് 90 ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് 57 രൂപ 30. പിന്നെ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വന്നു സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് പിന്നീട് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ താഴേക്ക് വന്നാലും പേടിക്കാനൊന്നുമില്ല, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്, അതായത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട്. ഇവിടെ ഞാനൊരു മറ്റൊരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് വേറെ ഒരു തരത്തിലുള്ള സ്ക്രീനർ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഇത് മൂവിങ് ആവറേജാണ്, ഇതൊന്നാണ്, ഇത് 2ആണ്. ഇപ്പോൾ ഈ 2 മൂവിങ് ആവറേജാണ്. ഇതിൽ ഈ ഒരു പച്ച കളർ പോലത്തെ ഒരു കളർ, ചാണകപ്പച്ച എന്നൊക്കെ പറയും, ഇത് 150ആണ്. അതായത് ഇതിൻ്റെ മുകളിലുള്ളത് 150 ഡേ മൂവിങ് ആവറേജാണ്. താഴെയുള്ളത് ഈ സംഭവം അത് 200 ഡേ മൂവിങ് ആവറേജാണ്. രണ്ടും EMA ആണ് കേട്ടോ, രണ്ടും EMA ആണ്. ഈ മൂവിങ് ആവറേജിൻ്റെ പ്രത്യേകം നോക്കി, എസ്പെഷ്യലി 200, ഇത് നോക്കുക. 150 അവിടെ ഇരുന്നോട്ടോ. 150 നമ്മൾ വേറെ ഒരു സ്ക്രീനറിന് വേണ്ടി ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് വെച്ചതാണ്. ഈ 200 ഡേയിൽ ഇവിടെ സപ്പോർട്ട് എടുത്തോ ഇല്ലയോ? സപ്പോർട്ട് എടുത്തു. ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ എടുത്തു. ഇവിടെ നമ്മളെ പറ്റിച്ചൊന്ന് താഴേക്ക് പോയിട്ട് പിന്നെ റിവേഴ്സ് ചെയ്ത് 200 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല സപ്പോർട്ട് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും, 200 ഡേ മൂവിങ് ആവറേജ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇത് അടുത്ത സ്റ്റോക്കൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ 200 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. മുകളിലേക്ക് പോകുന്ന ഒരു സൈനും അവിടെ തന്നില്ല. ഇവിടെ തന്നില്ല. ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. എന്താണ് സംഭവിച്ചത്? സ്റ്റോക്ക് താഴേക്ക് പോയി. പിന്നെ ഇങ്ങനെ നിന്നു. ഇവിടെ 200 ഡേ മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് എടുത്തോ? നിങ്ങൾ തന്നെ പറയും, എടുത്തോ ഇല്ലയോ? എടുത്തു. എന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് പോയി, വീണ്ടും മുകളിലേക്ക് വന്ന് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 200 ഡേ മൂവിങ് ആവറേജും 150 ഡേ മൂവിങ് ആവറേജും ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് പോകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരു ചെറിയൊരു സാധനം ഐഡിയ കിട്ടിയില്ലേ? ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുമ്പം നമുക്ക് ഓരോ ഐഡിയ കിട്ടും. അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇതൊക്കെ 20% അപ്പിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇത് നോക്കിക്കേ, ഇവിടെയും ഏതാണ്ട് ആ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും കൂടെ നോക്കണം കേട്ടോ സ്റ്റോക്കിൻ്റെ എടുക്കുമ്പം. കാരണം ഞാനത് നോക്കാറുണ്ട്. അങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് എടുക്കുക. എന്ന് വെച്ച് ഫണ്ടമെൻ്റൽ മോശമായ സ്റ്റോക്കുകൾ കയറി പോയില്ലെന്നല്ല, ആ സ്റ്റോക്കായിരിക്കും ഏറ്റവും കൂടുതൽ കയറി പോകുന്നത്. ഇതൊക്കെ നോക്കിക്കേ. ഈ 200 ഡേയുടെയൊക്കെ സ്ക്രീനറുണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 200 ഡേയിൽ സപ്പോർട്ട് എടുക്കുന്ന കണ്ടോ ഇത് 150 എടുത്തേക്കുന്നത്. ഇത് കണ്ടോ 200 എടുക്കുന്നത് കണ്ടോ. ഇത് 200 സപ്പോർട്ട് എടുത്തിട്ട് അത് ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് പൊട്ടിയിട്ട് താഴേക്ക് പോയാലും പേടിക്കാനൊന്നുമില്ല. എന്താ സംഭവം? കയറി പോന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ പേടിക്കാനൊന്നും, നമ്മൾ ചിലപ്പോൾ 2-3 മാസം ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ആകെ ഹോൾഡ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെയാണ്. ഇന്ത്യൻ ബാങ്ക് ആണല്ലേ ഇത്, ഇന്ത്യൻ ബാങ്കാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബാങ്ക് റിസൾട്ട് വന്നായിരുന്നു, വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത സ്റ്റോക്ക് ചെക്ക് ചെയ്യാം. ഓരോ സ്റ്റോക്കും നമ്മളോട് ഓരോ കഥയാണ് പറയുന്നത്. പ്രകാശ് സ്റ്റീലേജ്, ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന സംഭവം. ഏത് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് റെലവൻറ്റ് ആയിട്ടുള്ളതെന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കാര്യം നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം. 200 ഡേ മൂവിങ് ആവറേജ് നോക്കിയേ, പല വട്ടം സപ്പോർട്ട് എടുത്തു. ആ മൂവിങ് ആവറേജിൻ്റെ ആ പരിസരത്ത് കിടന്നല്ലേ ഈ പുള്ളിക്കാരൻ കുറേ നാളായിട്ട് കളിക്കുന്നത് ആണ്. ഇവിടെ ബ്രേക്ക് ഔട്ടാണ്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് 5 രൂപ 60 പൈസയേ ഉള്ളൂ. ഇന്നലെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്. അതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇങ്ങനെ പോവാണ്, അതായത് വലിയ അപ്പും ഡൗണും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചോ. അതായത് അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇവിടെ അതല്ല സംഭവിച്ചേക്കുന്നത്. ഈ സ്റ്റോക്ക് പോകുന്നത് വലിയ അപ്പില്ല ഡൗണില്ല, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നെങ്കിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് താഴേക്ക് പോകും അല്ലേ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ നമുക്കൊരു ബൈ എടുക്കാം. ഞാൻ ഈ രണ്ടും സംഭവം മായ്ച്ച് കളയാണ് കേട്ടോ. അതെല്ലാം മാഞ്ഞു പോയല്ലോ. അപ്പോൾ ഈ സ്റ്റോക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ പോകുന്നു, അധികം താഴേക്കും മുകളിലേക്കും പോകാതെ. ഒരു സുപ്രഭാതത്തിൽ ഇത് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയ അന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാം. അങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് ഇതിൽ കിട്ടും. അന്ന് തന്നെ എൻട്രി എടുക്കാം. ബൈ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ബൈ.
സ്റ്റോപ്പ് ലോസ് എവിടെ? ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലിവിടെയാണ് സ്റ്റോപ്പ് ലോസ്. ഇത്ര ചെറിയ സ്റ്റോപ്പ് ലോസ് ആണുള്ളത്, 4.5. കാരണം ഇത് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സ്ക്രീനറി സാധനം കിട്ടും. അതായത് നമ്മൾ ഇത്രയും മുകളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനറി ഈ സ്റ്റോക്ക് കിട്ടും. ഏകദേശം ഒരു 5 രൂപ റേഞ്ചിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും. അന്നേരം നമ്മൾ എൻട്രി ഇട്ടാൽ മതി. ഇത് യൂസിങ് കണ്ട് അടിച്ചെന്ന് തോന്നുന്നു. എൻട്രി ഇട്ടാൽ മതി. 4.5 രൂപ. 4.5 ഇല്ല സ്റ്റോപ്പ് ലോസ്. അത് കറക്റ്റായിട്ട് അവിടെ കർസർ വെക്കുമ്പോൾ നമുക്കറിയാം. ഒരു 4.60 65 ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരിക. ഇത് സ്റ്റോപ്പ് ലോസ് ഇടുക, ഈ സംഭവം എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റോക്ക്. ഇത് കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? സെയിം ഞാൻ പറഞ്ഞ എന്തോ അതല്ലേ സംഭവിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നു, നമുക്ക് എൻട്രി ചെയ്യാൻ സമയമൊക്കെ കിട്ടും കേട്ടോ. അടിക്കുന്നു, പിന്നീട് കുറച്ച് ദിവസം ഇങ്ങനെ കളിക്കുന്നു. പോയ പോക്ക് നോക്കിക്കേ, എന്തേരെയാണ് പോയിരിക്കുന്നത്? ഇവിടെ പ്രൈസ് 2 രൂപയോ? 2 ഇല്ല അല്ലേ, 2 രൂപയുടെ താഴെയാണ് ഇവിടെ പ്രൈസ്. പോട്ടെ, 2 കൂട്ടിക്കോ. എത്രയാണ് പോയിരിക്കുന്നത്? 9.50. അതായത് 10ൻ്റെ അടുത്ത് അല്ലേ, 9.50. ഇത്രയുമാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇത്രയും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ. 2 രൂപയ്ക്ക് എടുത്തിട്ട് 4 രൂപയ്ക്ക് വിറ്റാൽ തന്നെ വലിയ കാര്യമല്ലേ. 4 അല്ല, 6 അല്ല, 8 അല്ല, ഈ സാധനം 9.5 10 അങ്ങനെ പോയി. നമ്മൾ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ആക്കിയാൽ മതി. പിന്നീട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും വാങ്ങണോ? വേണ്ട. എപ്പോഴാണോ 200 ഡേ മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ 150 ഇട്ടിട്ടുണ്ട്, പക്ഷേ 200 നോക്കിയാൽ മതി. 200ൻ്റെ അടുത്തേക്ക് വന്ന് നമുക്ക് ഇതുപോലെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല ബ്രേക്ക് ഔട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏതാണ്? ഇങ്ങനെ പോയി സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിനേക്കഴിഞ്ഞ് നല്ലത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയോ ചെറിയ അപ്പ് ആൻഡ് ഡൗണിൽ ഇങ്ങനെ പോയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് നടക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. കാരണം സ്റ്റോപ്പ് ലോസ് വളരെ കുറവായിരിക്കും, ടാർഗറ്റ് വളരെ കൂടുതൽ ആയിരിക്കും. വളരെ കൂടുതലും ഭീകരമായ ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ക്രീനർ ഒന്ന് പരിചയപ്പെടുത്തുക, ഈ കാര്യം പറയുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ സിങ്ക് ട്രേഡിംഗ് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്നാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. iOS-ലും ആൻഡ്രോയിഡിലും വിൻഡോസിലും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൽ 2 കോഴ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് സിങ്ക് ട്രേഡിംഗ് കോഴ്സ്, രണ്ടാമത്തെ നമുക്ക് ഓപ്ഷൻ ട്രെയിനിങ്, അതായത് ഓപ്ഷൻ ട്രേഡിംഗ് തന്നെ. ഓപ്ഷൻ്റെ എല്ലാ സംഭവങ്ങളും കേട്ടോ, എല്ലാ സംഭവങ്ങളും ഉള്ള കോഴ്സാണ്. അതിൽ ഓപ്ഷൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ടാകും. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന എവിടെയും തൊടാത്ത സ്ട്രാറ്റജികളല്ല, ജെനുവിനായിട്ടുള്ള സ്ട്രാറ്റജികൾ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫയർ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഓപ്പോസിറ്റ് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വിശദമായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജീസ് വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. കാരണം അത്രയും സംഭവങ്ങൾ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇതുപോലത്തെ ടിപ്പ് വീഡിയോകൾ നമ്മൾ ആപ്ലിക്കേഷനിൽ കൂടെ ഇനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസും എപ്പോഴും ഉണ്ടാകില്ല, ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും ആപ്ലിക്കേഷനിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ നമ്മുടെ കോഴ്സ് എടുക്കാൻ താല്പര്യമില്ല എങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും. നമ്മൾ ഇനിയിപ്പോൾ സൺഡേ ഒക്കെ, എല്ലാ സൺഡേ അല്ല, മാസത്തിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 2 3 പ്രാവശ്യമൊക്കെ ലൈവ് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകളും ചോദിക്കാം. അപ്പം ലൈവ് വരുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് വരുന്നത്. കാരണം ആപ്ലിക്കേഷൻ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഒരാഗ്രഹമാണ് നമ്മുടെ. ആപ്ലിക്കേഷനൊക്കെ 10 കെയും 50 കെയും ഒക്കെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. മാത്രമല്ല, സിങ്ക് ട്രേഡിംഗ് കോഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നു, അതനുസരിച്ചിട്ട് സിങ്ക് ട്രേഡിംഗ് കോഴ്സിന് 500 രൂപ ഡിസ്കൗണ്ടും ഓപ്ഷൻ ട്രേഡിംഗ് കോഴ്സിന് 1000 രൂപ ഡിസ്കൗണ്ടും. അപ്പോൾ ഈ 2 ഡിസ്കൗണ്ടുകളും അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ബാക്കി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നോളും, പേടിക്കണ്ട. ഡൗട്ട് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചോദിക്കാം. ഇനി കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. നമ്പറുണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് സൂം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആക്കി തരും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു സ്ക്രീനർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ. ഈ ചെറിയ ഇൻഫോർമേഷനാണിത്, പക്ഷേ ഇത്
എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഇനി ഈ സ്ക്രീനർ മാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. നമുക്ക് ഈ സ്ക്രീനറിൽ നിന്ന് ഒരു നല്ല സാധനം കിട്ടുന്നു, അത് നമ്മൾ ഫണ്ടമെൻ്റൽസിലേക്ക് കൊണ്ടുപോയി ഇടുന്നു. സ്റ്റോക്കിൻ്റെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നു, കടമുണ്ടോ, കച്ചവടം കൂടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കുന്നു. എന്നിട്ടാണ് നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകാം, പക്ഷേ മെജോറിറ്റി സമയം എന്ത് ചെയ്യും, നമ്മൾ സക്സസ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് വെച്ചേക്കുക. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.